ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫുള്ളി ഹാൻഡ് മെയ്ഡ് DIY ജേണൽ സപ്ലൈസാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പുറകിൽ വലിയൊരു കഥയുണ്ടടാ. സത്യത്തിൽ ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഒരു ഡിസംബറൊക്കെ ആയപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര പ്ലാനിങ്ങാണ് അടുത്ത വർഷത്തെ പറ്റി. എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം തുടങ്ങുമ്പോൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആകണം, അതിൻ്റെ ഭാഗമായിട്ട് ജേർണലിങ് ചെയ്യണം, ഒരുപാട് പടങ്ങൾ വരയ്ക്കണം, എക്സിബിഷൻ നടത്തണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എല്ലാം ഞാനിങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനുവരി ആയി. അപ്പം ജനുവരി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജേർണൽ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ജേർണലിൻ്റെ ബുക്ക് ഉണ്ടാക്കി. അങ്ങനെ ബുക്കൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ മെറ്റീരിയൽസ് ഒന്നുമില്ല. അപ്പം ഞാൻ ഓർത്തു എല്ലാ മെറ്റീരിയൽസും നമുക്ക് DIY ആയിട്ട് തന്നെ ചെയ്യാം. കാരണം അതിന് നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടല്ലോ. അതും മാത്രമല്ല അതിനൊരു പ്രത്യേക ഭംഗിയും കൂടെ ആണല്ലോ. എല്ലാം പ്ലാൻ ചെയ്തു സെറ്റാക്കി ഞാനൊരു കുഞ്ഞൊരു ബുക്കും കൂടെ ഉണ്ടാക്കി. ആ ബുക്കിൽ ഞാൻ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണം, തനിയെ ഗ്രോ ചെയ്യണം, അങ്ങനെ എല്ലാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം എൻ്റെ കൈ അങ്ങ് ഒടിഞ്ഞു. ഒരു ജനുവരി 9-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കൈ ഒടിഞ്ഞടാ. പോയില്ലേ 1.5 മാസത്തേക്ക് ഡോക്ടർ എന്നോട് റെസ്റ്റ് പറഞ്ഞേക്കുക. ഒരു കൈയും തൂക്കിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ എൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും? ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റൂമിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. എങ്ങനെയൊക്കെയോ ഒരു 2 ആഴ്ച ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമാവാൻ തുടങ്ങി. ഞാൻ ഇത്രയും പ്ലാനൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആകെ ഞാൻ വിഷമത്തിലായി. പക്ഷേ അങ്ങ് ബോറടിക്കാൻ തുടങ്ങി വല്ലാണ്ട്. പിന്നെ ഞാൻ കുഞ്ഞായിട്ട് ഒറ്റ കൈ കൊണ്ടും, എൻ്റെ കൈൻ്റെ വിരലൊക്കെ ഫ്രീ ആയിരുന്നു. എൻ്റെ കൈൻ്റെ തോളിൻ്റെ അവിടെ ഒടിഞ്ഞ്, അപ്പം വിരലൊക്കെ ഫ്രീ ആണല്ലോ, അപ്പം വിരൽ കൊണ്ടൊക്കെ പണിയെടുക്കാമല്ലോ. അങ്ങനെ ഞാൻ കുഞ്ഞു ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങി. എൻ്റെ റൂമിൽ കുറച്ച് ഡെക്കേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പതിയെ പടം വരയ്ക്കാൻ തുടങ്ങി. എൻ്റെ കൈ എടുത്ത് ടേബിളിൽ വെച്ചിട്ട് ചെറുതായിട്ട് ചെറിയ പടങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നമ്മുടെ ജേർണലിങ് സ്റ്റിക്കേഴ്സ് എല്ലാം ഉണ്ടാക്കി വെച്ചു. ഒരു ദിവസം ഒരു 2-3 പടമൊക്കെ വരച്ച് വെച്ച് പതിയെ അത് ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജേർണൽ സപ്ലൈസിനുള്ള പകുതി സാധനങ്ങളും ഉണ്ടാക്കിയത് കേട്ടോ. എൻ്റെ കൈ ഒടിഞ്ഞിരുന്ന സമയത്ത് കുഞ്ഞായിട്ട് പടം വരച്ച് കുഞ്ഞായിട്ട് ഒട്ടിച്ച് വെട്ടി ഇതെല്ലാം ഞാൻ സെറ്റപ്പാക്കി എടുത്തത്. അങ്ങനെ കൈയൊക്കെ ശരിയായപ്പോൾ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ ഞാൻ ഫുൾ മോഡ് ഓണായിരുന്നു. പിന്നെ ഞാൻ പടം വരയ്ക്കുന്നു, ടൈം വേസ്റ്റ് ചെയ്യുന്നേ ഇല്ല. ജേർണൽ സപ്ലൈസ് എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചു. അറ്റ്ലീസ്റ്റ് ഞാൻ പോർട്രേറ്റ്സൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഭയങ്കര പ്രൊഡക്റ്റീവായി. എന്താ സന്തോഷം എനിക്ക്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ ഈ കാണുന്ന വാഷി ടേപ്സും പാറ്റേൺ പേപ്പേഴ്സും ഈ ലേബൽസും എല്ലാം. പിന്നെ ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണേ, നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓരോ DIY ഹാൻഡ് മെയ്ഡ് ജേർണലിംഗ് കിറ്റിൻ്റെ ട്യൂട്ടോറിയൽസ് ഇട്ടാലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു മടിച്ചായിരുന്നു കേട്ടോ. ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് വരെ അത്ര പ്രൊഡക്റ്റീവ് ഒന്നും അല്ല. ഞാൻ വല്ലപ്പോഴും പടം വരയ്ക്കും. പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് തുടങ്ങിയാൽ ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും, പക്ഷെ ഒന്ന് തുടങ്ങണ്ടേ. അങ്ങനെ കൈയൊടിഞ്ഞിരുന്ന സമയത്ത് ഞാൻ തുടങ്ങിയതാണ് ഈ പരിപാടി. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാടാ ഇതെല്ലാം കാണുമ്പോൾ. ഇതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ടല്ലേ ഉണ്ടാക്കിയേ. അപ്പം ശരി, എന്നാൽ ബൈ. ഇനി ഞാൻ ട്യൂട്ടോറിയൽസ് ആയിട്ട് വരാമേ.